നമ്മുടെ സ്വന്തം നമ്മുടെ ബിഗ് ബോസിന്റെ നമ്മുടെ നമ്മുടെ പ്രാണനായ നമ്മുടെ പ്രിയ സഖി വീണ്ടും 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 ഇങ്ങനെ പുള്ളിക്കാരിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആഴ്ചയൊക്കെ ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മുടെ അക്കരെ വീഡിയോ കാണാം. അതിനേക്കാളും മുന്നേ ഒരു കാര്യം പറയാം, ചെറിയ റിക്വസ്റ്റ് ആണ് കേട്ടോ. പുതിയ ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ സന്തോഷമായിരിക്കും കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നേരെ ഈ കുന്തമൊക്കെ വെച്ച് പരിപാടി തുടങ്ങിയല്ലോ. ജാസ്മിൻ എന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ജാസ്മിൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മറക്കരുത്, ജാസ്മിൻ ഫംഗൽ ഇൻഫെക്ഷൻ ആണോ അതോ ഇനി വേണ്ട ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ കാലേ വാരി നിരത്ത് അടിച്ചേനെ. ഓ സീനാണേ, കാലേ വാരി നിരത്തടിക്കും. പിന്നെ പറഞ്ഞില്ലെന്ന് പറയരുത്. കാലേ വാരടിക്കാൻ ഞാൻ സൂപ്പർമാനാണ്. ജട്ടി ഒന്ന് നോക്കിയാലോ സൂപ്പർമാനാണോ ഇല്ലയോ എന്നറിയാം. എന്നാലും മോശമായി എന്നോട് എപ്പോഴും പറയണ്ട കാക്കേനെ പറപ്പിച്ചു വിടുന്നു. അതിനുള്ള കഴിവ് ഇയാൾക്കുണ്ടോ? കഴിവില്ലാത്തവനെ അത് നാട്ടുകാർക്ക് മൊത്തം അറിയാം. പിന്നെ എന്തിനാണ് അണ്ണനും കൂടെ പറയുന്നത്? ഒക്കെ വിഷമിപ്പിക്കാതണ്ണ സങ്കടമാകും. സ്റ്റോപ്പ്. ഇനി അദ്ദേഹം ക്യാപ്റ്റന്റെ സ്ഥാനം ഒഴിഞ്ഞാലും അദ്ദേഹം അങ്ങനെ ഒരു ആക്ട് ഇവിടെ ചെയ്യാൻ പാടില്ല. ഇനി നീ ഇങ്ങോട്ട് വാ, നിന്നെ ഞാൻ അടിക്കും എന്ന് പറയാത്ത സ്ഥിതിക്ക് എന്റെ വോട്ട് ജിൻഡോ. അങ്ങനെ നമ്മുടെ ജിൻഡോ അണ്ണൻ വീണ്ടും 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 ഫെയിം ആയിരിക്കുകയാണ്. കാലേ വാരി നിലത്തടിച്ചേനെ എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് വളരെ വളരെ റോങ് ആണ്. ഗബ്രിക്ക് വിവരം വെച്ചതുപോലെ എനിക്ക് തോന്നുന്നു. ആ മഹാനുഭവനായിട്ടുള്ള വ്യക്തി വീണ്ടും ഉയർത്തെഴുന്നേൽക്കട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ വാളിത്തരങ്ങളെല്ലാം അവസാനിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അത് തന്നെ മാർഗം. അപ്പൊ നമുക്കിനി അടുത്തത് നോക്കാം. ചലഞ്ച് 3 ആവേശം. ബ്രെഡ് അതേ ഓംലെറ്റ് കയറെ കെട്ടിത്തൂക്കിട്ടേക്കെന്ന് കാലേ കണ്ടു. എന്റെ ബിഗ് ബോസ് ഇത് ഫുഡിനെ ഇൻസൾട്ട് ചെയ്യുന്ന പരിപാടിയാണോ? നമുക്ക് നോക്കാം ആരാണ് ഇക്കാലത്ത് ഏറ്റവും പ്രധാനം. ഈ പാവ വരികണന്റെ അധ്വാനം കണ്ടോ? അങ്ങനെ കാറിനകത്തിരുന്ന് റിവ്യൂ പറഞ്ഞാൽ പോലെ പണം ഇറങ്ങി എത്ര ലക്ഷം രൂപ ഒപ്പിക്കായിരുന്നു. പോയി കാലായി ചരടം വെച്ച് പോട്ടെ. അങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ല ഗൈസ്. നമ്മുടെ സമൂഹം ഇങ്ങനെയാണ്. എന്നാലും ആരാണ് പ്രോ എന്ന് നമുക്ക് നോക്കാം. ഏടാ മോനെ, ഇവൻ പ്രോ കേട്ടോ. മുട്ടയുടെ വെള്ളയല്ല എന്റെ കോയിനെ. ഓ ബ്രെഡ് കെട്ടിത്തൂക്കിട്ട് സംഭവം കേട്ടോ. ഞാൻ വെച്ച് മുട്ടയുടെ വെള്ളയും മഞ്ഞ എല്ലാം കൂടെ വെച്ച് മറ്റേ ഓംലേറ്റ് വല്ലതും ആക്കി. എന്നാലും മുടിയാ ഒടുക്കത്തെ കേട്ട് തന്നെ കേട്ടോ. അങ്ങനെ തീറ്റ മത്സരം. ബിഗ് ബോസ് പോയാൽ മതിയായിരുന്നു. വീട്ടിൽ നാട്ടുമ്പോ പറയുന്ന അടുത്ത ബിഗ് ബോസിൽ പോവാ. ഓ എന്തൊരു ചൂടല്ലേ, വീർ തൊഴുന്നു. അപ്പം ഗൈസ് വീട്ടിൽ ഫാൻ ഇടാത്തതെന്ന് പറയുകയാണെന്നുണ്ടെ ഫാൻ ഇല്ലാത്തതുകൊണ്ടല്ല, നീ ബാത്റൂമിൽ പോലും ചെരുപ്പിടാണ്ട് നടക്കണേന്ന് പറഞ്ഞു. ബാത്റൂമിൽ പോയാലും ചെരുപ്പിടാതെ ബാത്റൂമിൽ പോയാൽ എന്താണ് ഗൈസ് സംഭവിക്കുക? വൈറസ്, ബാക്ടീരിയസ്, ഫംഗസ് ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനെക്കാട്ടിലും മുറ്റിയനൊക്കെ വരാൻ ഞാൻ നല്ലതാ. അതുകൊണ്ട് താൻ കുടിക്കുന്ന കുപ്പി കൊണ്ട് നീ എന്തിനാണ് ബാത്റൂമിൽ കുപ്പി കൊണ്ട് കയറിയ നാണം കെട്ട വായടപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ മഴപ്പുഴുങ്ങന്മാര് സോഫയൊക്കെ കാലം വെച്ച് കയറിക്കുന്നത്. ഒട്ടുമില്ല. ഞാൻ 2 ദിവസം കൂടുമ്പോഴേ കുളിക്കാറുള്ളൂ. എനിക്ക് ഭയങ്കര വൃത്തിയാണ്. നിങ്ങൾ എന്നെ അങ്ങനെ ഒന്നും കാണരുത്. ഞാൻ 2 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം കുളിക്കും. അതെന്റെ ഹൈജീന്റെ ഭാഗമാണ്. നിങ്ങൾ അത് മനസ്സിലാക്കണം. പറഞ്ഞത് മനസ്സിലായോ? 2 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമേ ഞാൻ കുളിക്കൂ. നിങ്ങൾക്കാണ് വൃത്തിക്കുറവ്. അതിന് മനസ്സിലായല്ലോ എല്ലാവർക്കും. തനിക്കൊരു നാണോ തോന്നില്ലേ? അത് തന്നെ ഞങ്ങൾക്ക് നിങ്ങോട്ട് ചോദിക്കാം. പെണ്ണുപിള്ള നീക്കൊരു നാണോ തോന്നി? ഇവരൊക്കെയാണ് ബിഗ് ബോസ് ഇവരൊക്കെ എന്തുമാത്രം ആട്ടി കേൾക്കും. ഈ മര്യാദക്ക് യൂട്യൂബിൽ കണ്ടന്റ് ചെയ്തായിരുന്നു നല്ലത്. തേജ് നാട്ടുകാരും നാറ്റിച്ച് വീട്ടുകാരും നാറ്റിച്ച്. ആ വീട്ടുകാരൊക്കെ ഇനി എങ്ങനെ തല ഉയർത്തി നടക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. നീ എന്നെ നാണം പഠിപ്പിക്കാൻ ജാസ്മിനെ മോളെ അത് ചെയ്യല്ലടാ, അത് ശരിയല്ലടാ. സ്നേഹത്തോടെ പറഞ്ഞ് ബാത്റൂമിൽ പോകുമ്പോൾ ചെരുപ്പിട്ടാണ് ഒരുപാട് ആൾക്കാർ ഒരുപാട് കിട്ടിയത് വരുന്നതാ. അതിനകത്ത് ഈ എന്തൊക്കെ ചവിട്ടി പണ്ട് ആയിക്കാതെ തുപ്പിയതാ. ഇനി ബാത്റൂമിൽ പോയിട്ട് ഇനി എന്താ അതൊന്നും ആയിരിക്കില്ലേ. സായി ഒക്കെ പോയിട്ടുണ്ട്. കാരണം തിന്നാ മതിയായിരുന്നു. BWXും ഹൈജീനൊക്കെ നമ്മൾ ഇത്ര പേര് പറയുന്നില്ലേ? ഒരു
പരിപാടിക്കാൻ സമ്മതിക്കില്ല. അവള് കാല് ആലോചിച്ചിരിക്കട്ടെ. അവള് കാല് താഴെ വെച്ച് തന്നെ ഇരിക്കണം. അവക്കെന്താ കോമ്പുണ്ടോ? എല്ലാരും പല വീട്ടിൽ നിന്ന് വന്നതാ. നിങ്ങൾക്ക് എന്താ പറയാ? അവള് കമന്റ് ചെയ്തേ. കാല് അവള് താഴെ വെക്കണോ വേണ്ടായോ? നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ നമുക്കിനി അടുത്തത് നോക്കാം. അടുത്ത കോമ അടുത്തരം. ഞാണിന്മേൽ കുടി. ഞാനമ്മേ കുണി. വെള്ളത്തിന്റെ കളറിനൊക്കെ ഒരു വ്യത്യാസം ആമ്പിള്ളേർക്ക്. സ്മാളടിയാണോ നോക്കുന്നുണ്ട് കേട്ടോ. റൗണ്ട് 3 പവർ കിക്ക്. നെക്സ്റ്റ് ടീമിനെ പ്രതികരിച്ച സായി പവർ ടീമിനെ പ്രതിനിധീകരിച്ച സായി എന്ന പവർ കിക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. ജയിച്ചാൽ മതിയായിരുന്നു. കനത്ത പോരാട്ടത്തിന് സ്വന്തം കൊട്ടി അടിച്ച് ഓളി കെട്ടിത്തോളാം പൊട്ട. സായി അണ്ണ 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 അണ്ണാന്ന് വിളിച്ച് വാക്കുകൊണ്ടെണ്ണ വേറെ ഒന്നും ബഹുമാനമുണ്ട് നിങ്ങളോട്. അപ്പൊ പറയാം, നിങ്ങളാ നമ്മളതിനകത്ത് ഒരു പ്രചോദനമായിട്ട് ഒരു വിവരമുള്ളവരായിട്ട് കാണുന്നത്. നിങ്ങൾ ആ പാടത്തരം കാണിക്കുന്നത് ഇടയ്ക്ക്. സുഹൃത്തുക്കളെ, ആവേശകരമായ 3ാം റൗണ്ട് അവസാനിച്ചു. 3ാം റൗണ്ട് അവസാനിച്ച് കഥവായിട്ടുണ്ട്. അത് പോട്ടെ, ഇതാണ് ലാസ്റ്റ്. ഇതാണ് നിങ്ങൾ കാണേണ്ടത്. ഇതാണ് ജിൻഡോ അണ്ണന്റെ. ജാസ്മിനൊക്കെ ഇതിലും വലുതൊന്നും കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവക്ക് അങ്ങനെ തന്നെ വേണം. ജാസ്മിൻ കൊടുക്കാം. ജാസ്മിന് കൊടുക്കാമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. എപ്പോഴും കുളിക്കലാന്നൊക്കെ പറഞ്ഞു ഭയങ്കര പരാതിയല്ലേ. ഞാൻ സോപ്പ് എപ്പോഴും കുളിക്കുന്നത് പരാതിയൊന്നുമില്ല. ചേച്ചിക്ക് സന്തോഷമാണ്. അക്ക വീട്ടിലുള്ളപ്പോ 2 ദിവസം കൂടുമ്പോ 1 ദിവസം കുളിക്കുന്നുണ്ട്. ഞാൻ ഡെയിലി കുളിക്കാറില്ല. ഞാൻ ഭയങ്കര ഹൈജീൻ ആണ്. ഞാൻ പ്രൊഡക്ട്സിന്റെ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതാണ് ഗൈസ്. നിങ്ങൾക്കറിയുമോ? നിങ്ങൾക്ക് എനിക്ക് ഫേക്ക് റിവ്യൂസ് തരാൻ പറ്റില്ല. അതൊന്ന് ഞാൻ ഉപയോഗിച്ച് നോക്കി പൊട്ടിയിടും. അയ്യോ വീർത്ത് കേട്ടോ. ഒക്കെ വിയർപ്പ് വരാതിരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് പറയണേ. അയ്യ 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 പട്ടിയെ പട്ടിയെ ഇതുപോലെ അട്ടു വേണം. നിങ്ങളെ അഹങ്കാരം വേണം. കൊണ്ടുവന്ന് ചേച്ചിക്ക് കുളിക്കാനുള്ള സോപ്പ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചി ഇനിയും തേച്ചൊരച്ച് 2 3 നേരോ 10 നേരോ കുളിച്ചു. എല്ലാ ദിവസവും കുളിക്കുക. 2 നേരം 1 നേരം 3 നേരം 3 നേരം കുളിക്കണതാണ് ജിന്നോട് പറയുന്നത്. എന്തായാലും ഇങ്ങനൊക്കെ പറയാന്ന് പറയാണെന്നില്ല. അതൊരു ഫാഷൻ ബ്ലോഗർ. അയ്യോ, അപ്പം നമ്മുടെ വെളിയിലുള്ള ശരണ്യം പിന്നെ ഒരു ചേച്ചി ഉണ്ട്. ആ ചേച്ചി എനിക്കറിയത്തില്ല അവരൊക്കെ എങ്ങനെ ആയിരിക്കും. വർഷത്തിലൊരു ദിവസമായിരിക്കും കുളിക്കുക. അതുകൊണ്ട് ഡെയിലി കുളിക്കുന്നവരായിരിക്കും. എന്റെ അമ്മ നമുക്കറിയത്തില്ല. നമ്മൾ കുളിക്കുന്നത് നോക്കാൻ പോയിട്ടില്ല. പിന്നെ ഇതുപോലെ ഫാഷൻ ബ്യൂട്ടി ബ്ലോഗറായിട്ട് ചോദിച്ചെന്നുള്ളതേ ഉള്ളു കേട്ടോ. എയറിലൊന്നും കയറ്റിയേക്കല്ലേ. നിങ്ങൾക്ക് എന്ത് മനുഷ്യത്വമാണ് പറയുന്നത്? നിങ്ങൾക്ക് എന്താണ് മനുഷ്യനെ ട്രീറ്റ് ചെയ്യുന്നത്? എന്നോട് കാണിക്കുന്നത് ഞാൻ ചെല്ലുമ്പോ വെറും പട്ടി ആട്ടി ഓടിക്കുന്ന കാണിച്ച് എന്നെ ആട്ടി ഓടിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? നീ കണ്ടില്ലേ നന്ദന? വാ തുറന്ന് ഒരു വെട്ടമെങ്കിലും പറ. ഒരു വെട്ടം. ഉച്ചക്ക് അടിച്ച ആഹാരത്തിന്റെ വേസ്റ്റ് കാണാൻ വായിക്കാത്ത വാടിയേ അങ്ങനെയൊക്കെ കാണും. എന്നാലും അക്കയുടെ വായിക്കാത്ത വെട്ടം. അക്കയുടെ വട്ട് കുറവനെ ഭവാനേ. ചേച്ചി പറയാനുള്ള ചേച്ചി സംസാരിക്കേ. എന്താ ഇതിൽ കൂടെ നന്ദന? ഞാൻ സംസാരിക്കുമ്പോ വെറും പട്ടിക്ക് കൊടുക്കുന്ന വില. പട്ടിക്ക് കൊടുക്കുന്ന വില അതുപോലെ കിട്ടത്തില്ല. അറിയാം. പണിയെടുക്കാൻ വേണ്ടി തിന്നും കുടിച്ചിരിക്കാനോടാ വെറുതെ വിട്ടു പോടേ. ജിൻഡോ വേറെ എനിക്ക് തോന്നുന്നു ജിൻഡോ ജയിക്കും തോന്നുന്നു. ബിഗ് ബോസിനകത്ത് കപ്പും കോപ്പും സായിക്കും കോപ്പിനൊന്നും അല്ല. ജിൻഡോയ്ക്കാ. ജിൻഡോ വേറെ ലെവൽ കളിയാ. ജിൻഡോ കുഴപ്പമില്ല. വീർത്താലും കുഴപ്പമില്ല. ജിൻഡോയുടെ പരിപാടി പൊളിച്ച് തകർത്താണ്. ജിൻഡോ രക്ഷയില്ല. എന്നാലും ഇങ്ങനെ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് അറിയത്തില്ല ഗൈസ്. അപ്പൊ ഓക്കെ, ഒരു കാര്യം പറയാനുള്ളൂ. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗിനറാണ്. തെറ്റുകുറ്റികളൊക്കെ കിടന്ന് പറഞ്ഞാൽ ഇന്നെ പറഞ്ഞിരുന്നൊന്നും പറഞ്ഞേക്കരുത്. വായിട്ടാ ഭയങ്കര സൗണ്ടാണ്. അതുകൊണ്ടാണ്. അയ്യോ വീരത്ത് വിളിച്ചോട്ടെ ഗൈസ്. അപ്പൊ ഓക്കെ ഗൈസ്. അയ്യോ ആലപ്പുഴയിലൊക്കെ എന്തോ ചൂടാ. ബൈ.